ഹായ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് 15-ാം തീയതിയാണ്, ജനുവരി 15, 2025. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് UAE-യിലുള്ള ബാനിനെ കുറിച്ചാണ്, ട്രാവൽ ബാനിനെ കുറിച്ച്. അതായത് നമുക്ക് UAE-യിലേക്ക് വരുന്നതിനുള്ള ബാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. നമുക്ക് വിസ കിട്ടുന്നതിനൊക്കെ ആയിട്ടുള്ള ബാനായിട്ടുള്ള ഇമിഗ്രേഷൻ ബാൻ, അതുപോലെ തന്നെ ലേബർ ബാൻ എന്ന് പറയുന്ന നമുക്ക് എംപ്ലോയിക്കെതിരെ അവർ കോൺട്രാക്റ്റിനകത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ബാനെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ UAE-ക്കകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ വരുന്ന ട്രാവൽ ബാനുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഡെയിലി UAE ബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റുള്ള രീതിയിലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ കിട്ടുന്ന ഒരു ചാനലാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വിഷയം, ഈ ബാൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പക്ഷേ ബേസിക്കലി മോസ്റ്റ്ലി സംഭവിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മുടെ ചെക്ക് ബൗൺസ് ആവുന്ന ഒരു കേസ് ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബില്ലുകൾ അടയ്ക്കാൻ, അതായത് സ്ഥലത്തിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ ഓവർ ഡ്യൂ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് മിനിമം പേയ്മെൻറ്റ് എന്നുകൊണ്ട് നമുക്ക് വരുന്ന ക്രെഡിറ്റ് കാർഡ് എമൗണ്ട് ഉണ്ട്, അതുപോലും അടയ്ക്കാതെ വയ്ക്കുന്ന സിറ്റുവേഷനിൽ ബാങ്കുകൾ നമുക്കെതിരെ ചെയ്യും. ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് വരുന്നതുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ട് ചിലപ്പോൾ നമ്മൾ വാണ്ടഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വിസ ലംഘനങ്ങൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഇമിഗ്രേഷൻ ബാൻ കിട്ടിയേക്കാവുന്ന രീതിയിലുള്ള തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ബാൻ ഉണ്ടാവാം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഗ്യാരണ്ടറായിട്ട് ആർക്കെങ്കിലും നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ അകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളാണ് ആ വ്യക്തിയെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ബാൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളോട്ടാണ് ഈ ഒരു ട്രാവൽ ബാൻ വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോലീസ് വഴി നമ്മൾ പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് വാണ്ടഡ് ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ അവർ പിടിക്കാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പവർ ഓഫ് അറ്റോർണി പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമുക്ക് കോർട്ട് വഴി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുണ്ട്. എമിറേറ്റ്സ് സൈഡ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സാറൊക്കെ പോലത്തെ അബുദാബിൻ്റെ, അതുപോലെ ദുബായിനൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ചെക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കാൻ. ബാൻ വരുന്ന സമയത്ത് അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് എമൗണ്ട് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കോർട്ടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട് ഓഫ് പേയ്മെൻറ്റ് മാത്രം അടച്ചിട്ടോ ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇയാളുടെ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അതും കോർട്ടിൻ്റെ ഇതിനോട് തന്നെ നമുക്കൊരു ഗ്യാരണ്ടറെ ഒരാൾ നമുക്ക് വേണ്ടി നമ്മുടെ ബാധ്യത ഏറ്റെടുക്കുന്ന രീതിയിൽ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് നമ്മുടെ ബാധ്യതകൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം അയാളുടെ മേത്ത് നമ്മുടെ ബാധ്യത നമുക്ക് തന്നെ ഏറ്റെടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഈ രീതിയിലാണ് ട്രാവൽ ബാനുകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.